നമസ്കാരം. ശ്രീരാമ സുഗ്രീവ സഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ബാലിയിൽ നിന്നും രക്ഷപ്പെട്ട് സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ താമസിക്കുകയായിരുന്നു. ആയിടയ്ക്ക് ഹനുമാൻ വനത്തിൽ വെച്ച് ആകസ്മികമായി ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടുമുട്ടുകയും അവരെ സുഗ്രീവന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ശ്രീരാമന് ഇരിപ്പിടം നൽകുകയും ലക്ഷ്മണൻ ബഹുമാന നിമിത്തം ശ്രീരാമന്റെ പക്കൽ ഇരിക്കാത്തതിനാൽ ഹനുമാൻ നിലത്ത് ഇല കൊണ്ട് ഒരു ഇരിപ്പിടം ലക്ഷ്മണന് തയ്യാറാക്കി നൽകുകയും ചെയ്യുന്നു. ശേഷം ഹനുമാൻ ശ്രീരാമനെ പരമാത്മാവിൻ്റെ അവതാരമാണെന്നും സുഗ്രീവനെ കിഷ്കിന്ധയുടെ നിഷ്കാസിത രാജാവെന്നും പരിചയപ്പെടുത്തുന്നു. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചതിനാൽ ആരെയും വിശ്വസിക്കാത്ത സുഗ്രീവനെ ഹനുമാന്റെ നിർദ്ദേശപ്രകാരം അഗ്നിസാക്ഷിയായി സൗഹൃദ പ്രതിജ്ഞ ചെയ്ത് ശ്രീരാമൻ വിശ്വസിപ്പിക്കുന്നു. ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് വന്നതാണെന്ന് മനസ്സിലാക്കിയ സുഗ്രീവൻ തുണിയിൽ പൊതിഞ്ഞ് കുറച്ച് ആഭരണങ്ങൾ കാണിക്കുകയും രാവണൻ ഒരു സ്ത്രീയെ ആകാശമാർഗം കൊണ്ടുപോകുന്നത് കണ്ടു. ആ സ്ത്രീ ഞാൻ സീത എന്ന് പറഞ്ഞുകൊണ്ട് അവ താഴേക്കിട്ടതാണ് എന്ന് പറയുകയും ചെയ്തു. ശ്രീരാമന് ആ ആഭരണങ്ങൾ നോക്കുവാനുള്ള ശക്തി ഇല്ലാത്തതിനാൽ ലക്ഷ്മണനോട് അവ സീതാദേവിയുടേതാണോ എന്ന് തിരിച്ചറിയാൻ പറയുന്നു. മാതൃതുല്യയായ സീതാദേവിയുടെ മുഖത്തേക്ക് താൻ ഇതുവരെ നോക്കിയിട്ടില്ലെന്നും ദേവിയുടെ പാദങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇവ എങ്ങനെ തിരിച്ചറിയുമെന്ന് ലക്ഷ്മണൻ ചോദിക്കുകയും പാദസരം തിരിച്ചറിയുകയും ചെയ്യുന്നു. ബാലിയിൽ നിന്ന് തൻ്റെ ഭാര്യയെ വീണ്ടെടുത്തു കൊടുക്കുന്ന പക്ഷം രാവണനിൽ നിന്ന് സീതയെ മോചിപ്പിക്കുന്നതിന് തൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും സുഗ്രീവൻ ശ്രീരാമന് വാഗ്ദാനം ചെയ്യുന്നു. നന്ദി.